പിണറായി വിജയനെ കുറിച്ച് രാഷ്ട്രീയ എതിരാളികൾക്കും വിമർശകർക്കും എന്തും പറയാം, പക്ഷെ അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയാണ് ദിവ്യ എന്നുള്ള കാര്യവും ഓർക്കണം. അവരുടെ അനുഭവങ്ങളല്ലാതെ മറ്റെന്ത് പറയും എന്നുള്ളൊരു ചോദ്യമാണ് ഈ കാര്യത്തിൽ ഉയർന്നു വരുന്നത്. ഈ കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞപ്പോൾ ദിവ്യ ആലിംഗനം നൽകിയതും വലിയ വാർത്തയായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അന്ന് ചില ജാതി അവരായിരുന്നു പ്രശ്നം ഉണ്ടാക്കിയത്. ദിവ്യയുടെയും രാധാകൃഷ്ണന്റെയും ജാതികളാണ് അവരെ പ്രകോപിപ്പിച്ചത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിടത്തും രാഷ്ട്രീയമായ ഒരു അഭിപ്രായ പ്രകടനവും ദിവ്യ അയ്യർ എന്ന IAS ഉദ്യോഗസ്ഥ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീർത്തും വ്യക്തിപരമായ അനുഭവ സാക്ഷ്യങ്ങളാണ് അവർ പങ്കുവെക്കുന്നത്. അതിപ്പോൾ രാകേഷിനെ കുറിച്ച് ഇപ്പോൾ അവസാനമായിട്ട് പോസ്റ്റും അതുപോലെ തന്നെയാണ്. അതായത് ഒരു കോൺഗ്രസ് നേതാവിനെ കുറിച്ച് പോലും ദിവ്യ മോശം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും ഓർക്കണം. അങ്ങനെ പറഞ്ഞെങ്കിൽ ഈ കോൺഗ്രസ് അണികൾ ഇപ്പോൾ ഈ സൈബർ ആക്രമണവുമായി ഈ ദിവ്യയുടെ പോസ്റ്റിന് താഴെ വന്ന് തെറി വിളിക്കുന്നതിന് നമുക്ക് കാര്യം മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ ദിവ്യ അങ്ങനെ പറഞ്ഞിട്ടില്ല.